ഹായ് ഹലോ. ഞാനപ്പോ ഇന്ന് വീഡിയോ എടുക്കാനായിട്ട് ഈ സാരി ഒക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചപ്പോ തന്നെ ഒരു കസ്റ്റമർ വന്നു. അവർക്ക് ഈ സാരി ഇഷ്ടമായി. അപ്പൊ ഇതിലൊരു റാണി പിങ്ക് ഷെയ്ഡ് ഉണ്ടായിരുന്നു. അപ്പൊ പെട്ടെന്ന് അത് അവർക്ക് വേണം, അവർക്ക് അടുത്തൊരു കല്യാണം ഉണ്ട്, ആവശ്യമുണ്ടെന്ന് പറഞ്ഞു, കൊടുത്തുപോയി. കണ്ടോ, അതുകൊണ്ട് റാണി പിങ്ക് ഈസ് മിസ്സിങ്. റാണി പിങ്ക് ഇതിലില്ല. അപ്പൊ നമുക്ക് ഈ ഷെയ്ഡ്, ഈ കാണുന്ന ഷെയ്ഡാണുള്ളത്. ഇതെല്ലാം തന്നെ നമുക്കൊരു ആന്റിക് ഗോൾഡ് ബനാറസി വീവിങ്ങിലാണ് വന്നേക്കുന്നത്. ഒരു ലഹറിയ ടച്ചോട് കൂടിയിട്ടാണ് വന്നേക്കുന്നത്. കണ്ടോ, അതിന് താഴെ നമുക്ക് ഈ ത്രെഡ് ടാസ്ലിങ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് എക്സ്ട്രാ ഇതിന് വേണ്ടിയിട്ട് കട്ട് ചെയ്ത് നമ്മൾ കെട്ടാനൊന്നും നിൽക്കേണ്ട ആവശ്യമില്ല. നമുക്ക് അതൊരു വെയിറ്റിംഗ് ടൈം ആവശ്യമില്ല. ഓക്കെ. അപ്പൊ ഈ കാണുന്ന കളേഴ്സ് എന്ന് പറയുന്നത് എല്ലാം തന്നെ നമുക്കൊരു ഫെസ്റ്റീവ് സീസണിൽ ഏറ്റവും യോജിക്കുന്ന രീതിയിലുള്ള ഷെയ്ഡ് തന്നെയാണ്. ഡാർക്ക് ഗ്രീൻ, പിന്നെ ഒരു പീച്ച് ഷെയ്ഡ്, പിന്നെ നമുക്കൊരു മെറൂൺ എന്ന് പറയാം. പക്ഷെ എന്നാൽ അതിൽ ഈ ആന്റിക് ഗോൾഡ് ആയതുകൊണ്ടും ഫുൾ ആ ഗോൾഡ് വർക്ക് വന്നതുകൊണ്ട് തന്നെ നല്ലൊരു ഷൈനിങ് ആണ്. അതുകൊണ്ട് എക്സാക്ട് ആ ഒരു ഷെയ്ഡ് ആണെങ്കിലും അതിൽ ഈ ഗോൾഡ് ഫിനിഷിങ് അതിനെ ഒന്ന് എൻഹാൻസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ആ ഗോൾഡിന്റെയും കൂടി വീവിങ് ഉള്ളത് കൊണ്ട് നമുക്കൊരു ഒരു ഡ്വൽ ഷെയ്ഡ് ആണ് വരിക. ആൻഡ് ഇത് വന്നിട്ട് ചിക്കു ആണ്, പക്ഷെ ചിക്കു ഗോൾഡ് ആണ്. കണ്ടോ, അങ്ങനെയാണ് ഇതിന്റെ വീവിങ് വരുന്നത്. പിന്നെ ഇത് വന്നിട്ട് നമുക്കൊരു സഫയർ ഗ്രീൻ ഷെയ്ഡിൽ വരും. ആൻഡ് ഇതൊരു വയലറ്റ് ബ്ലൂ കോമ്പിനേഷനിലാണ് വന്നിരിക്കുന്നത്. ആൻഡ് നെക്സ്റ്റ് വൺ ഇസ് നമുക്കൊരു ഡാർക്ക് പിസ്ത ഷെയ്ഡിൽ വന്നിട്ടുണ്ട്. അപ്പൊ ഇത് എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും കാണുന്ന ഒരു ഫോമാറ്റിലല്ല ഈ ഡിസൈൻ വന്നിരിക്കുന്നത്. ഇത് കംപ്ലീറ്റ് ഒരു ആന്റിക് ഗോൾഡ് ബനാറസി ആയതുകൊണ്ടും ഇത് ഞാൻ ഉടുത്ത് കാണിച്ചാലേ നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ. കാരണം നമുക്കിപ്പോ ബനാറസി വരുമ്പോ നമുക്ക് ജോർജറ്റ് ഷിഫോണിലൊക്കെ ബനാറസി വന്നിരുന്ന സമയത്ത് ഈ ലഹരിയ ടൈപ്പ് വന്നിരുന്നു. പക്ഷെ ഇത്രയും മൈന്യൂട്ട് ആയിട്ടുള്ള ലൈൻസ് ആയിരുന്നില്ല. അന്ന് വന്നതൊക്കെയും കുറച്ച് വലിയ ഡിസൈൻസിലാണ് വന്നിരുന്നത്. അതുകൊണ്ട് തന്നെ ഇത്രയ്ക്ക് ഭംഗി അതിനുണ്ടായിരുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംശയമാണ്. പിന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചില് ആ ഭംഗി ഉണ്ടായിരുന്നോ? ഇല്ല. കേട്ടോ, ഇത് വെക്കുമ്പോ തന്നെ നമുക്ക് എക്സാക്ട് എന്താ പറയാ, ഉടുത്തു നോക്കാതിരിക്കാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു സാരിയാണ്. ഇതിന് വലിയ ബോർഡർ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഇതിനൊരു ചെറിയ ബോർഡർ ആണ് ഇവിടെ കൊണ്ടുവന്നേക്കുന്നത്. കണ്ടോ, നമ്മൾ ഇങ്ങനെ ഒരു 1 ലെയർ ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാ പിന്നെ നല്ല ജുവൽസും നമ്മൾ വെയർ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും അല്ലെ. ഇതിന് പെയർ ചെയ്യാൻ പറ്റിയ ജുവൽസ് ഇന്നതെന്നൊന്നുമില്ല. ഇനിയിപ്പോ ജുവൽസ് നമ്മൾ പെയർ ചെയ്തില്ലെങ്കിൽ കൂടിയും കുഴപ്പമില്ല, കാരണം ഇതിന് ഫുൾ വർക്കാണ്. അതുകൊണ്ട് തന്നെ ഇത് നല്ല ഭംഗിയാണ്. കേട്ടോ, സിമ്പിൾ ആയിട്ട് നമ്മളൊരു ഇതേപോലെ ഒരു സ്റ്റഡ് ഹാങ്ങിങ്സോട് കൂടി ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് കോളേജ് ഫംഗ്ഷൻസിനാണെങ്കിലും ഇത് ഓക്കെയാണ്. ഇനി ഫസ്റ്റ് ഈ വെഡിങ് സീസണിലാണെങ്കിലും ഇത് ഓക്കെയാണ്. അന്ന് നമുക്ക് കുറച്ച് ജുവൽസ് ഒക്കെ ഇടാം, ആന്റിക് ഗോൾഡ് ഇടാം. കണ്ടോ, ഇതിന് ഫുൾ ബോഡിയിൽ ഈ വർക്ക് ഉണ്ട്. ആൻഡ് ഇതിന്റെ ചിലർ പറയും നമുക്ക് ഇതൊന്നും മേത്ത് വെച്ച് കാണിച്ചു തരുമോ എന്ന് ചോദിക്കുന്ന കുറെ പേരുണ്ട്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് കണ്ട, ഫുൾ ബ്രൊക്കേഡിലാണ് ബ്ലൗസ് വരുന്നത്. ഇതിൽ ചെറിയൊരു കസവൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ അത് സ്ലീവിലൊക്കെ കൊടുക്കാം. ഇങ്ങനെ വരും. ഞാൻ ഫുള്ളായിട്ട് എടുത്ത് കാണിക്കുന്നില്ല, അതിനുള്ള സമയമില്ല. കണ്ട, പക്ഷെ ഇങ്ങനെ തന്നെ വെക്കുമ്പോ തന്നെ നമുക്കിത് വാങ്ങിക്കാൻ തോന്നും. പിന്നെ ഇതിന് പ്രൈസ് ആണെങ്കിൽ 1385 ഉള്ളൂ. ഒരു പ്രീമിയം സെഗ്മെന്റിൽ വരുന്ന സാരീസിന്റെ പ്രൈസ് വെച്ച് നോക്കുമ്പോ ഈ സാരി എന്തുകൊണ്ടും വേർത്താണ്. കാരണം നമുക്ക് ഒരു 10,000, 6,000, 7,000 കൊടുത്ത് വാങ്ങിക്കുന്ന സാരീനേക്കാളും എത്രയോ ബെറ്റർ ആണ് അല്ലെ 1385 കൊടുത്ത് നമ്മൾ വാങ്ങിക്കുന്ന ഈ സാരി. നോക്കൂ, ഇതിന്റെ ഫുൾ സാരീസ്, ഫുൾ കളേഴ്സ് എനിക്ക് വെച്ച് നോക്കണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ഇവിടെ നിന്ന് തന്നെ ബിൻസേച്ചി, ഹിമ, സ്മിതേച്ചി, സുനിതേച്ചി ഒക്കെ എന്നെ ഓടിപ്പിക്കും. അതുകൊണ്ട് ഞാൻ അത് ചെയ്യുന്നില്ല. ഓക്കെ. അപ്പൊ ഇത്രയും കളേഴ്സ് ആണ് ഇവിടെ വന്നേക്കുന്നത്. കണ്ടില്ലേ, കളേഴ്സ് ഞാൻ നേരത്തെ കാണിച്ചു. കടാ, ഇതിന്റെ ഈ ഒരു സാരി അടിപൊളി സാരിയാണ്. ഇതിനൊപ്പം നമുക്ക് ആന്റിക് ഗോൾഡ് ഒക്കെ വെയർ ചെയ്യാം. ഈ സാരി ഉടുക്കുമ്പോ ശരിക്കും എനിക്ക് നമ്മളുടെ സെലിബ്രിറ്റീസ് അഹാന കൃഷ്ണ അവരുടെ സിസ്റ്ററിന്റെ വെഡിങ്ങിന്, ദിയയുടെ കല്യാണത്തിന് ഉടുത്ത ഒരു സാരി ഉണ്ട്. അതിന്റെ കുറെ മോഡൽസ്, കുറെ ബൊട്ടിക്സിന്റെ ഞാൻ വീഡിയോസ് കണ്ടിട്ടുണ്ട്, റീൽസ് കണ്ടിട്ടുണ്ട്. പക്ഷെ ഈ സാരി, ഈ കളർ പെട്ടെന്ന് വെച്ച് നോക്കിയപ്പോ എനിക്ക് ആന്റിക് ആയിട്ടുള്ള നല്ല ഹെവി ഗോൾഡ്, ഹെവി ജുവൽസ് വെച്ച് നോക്കിയാ നല്ല ഭംഗി ഉണ്ടാവും എന്നുള്ളൊരു തോന്നൽ അല്ലെ. അപ്പൊ നമുക്ക് ഈ 1385 നമുക്ക് അങ്ങനത്തെ കുറച്ച് ആന്റിക് ഗോൾഡ് വെയർ ചെയ്താലും അത് നമുക്ക് 10,000 വില തോന്നിക്കും.
അങ്ങനത്തെ സാരീസ് ആണ്. ഇപ്പൊ ഞാൻ പറയട്ടെ, നമുക്ക് പ്രീമിയം സെഗ്മെന്റിൽ വരുന്ന സാരീസിനേക്കാളും എന്തുകൊണ്ടും നമുക്ക് ഇങ്ങനെ നമുക്കിപ്പോ സെമി ആയിട്ട് വരുന്ന സാരീസ് ആണ്, അതിൽ വരുന്ന ഡിസൈൻസും പാറ്റേൺസും ആണ് നമുക്ക് ഒരു വാവ് എന്ന് തോന്നുന്ന ഒരു ഫാക്ടർ ഏറ്റവും കൂടുതലുള്ളത് ഇങ്ങനത്തെ സാരീസിലാണ്. ഈ കളറൊക്കെ വെച്ച് നോക്കി കഴിഞ്ഞാൽ ഒന്നും എടുത്ത് നോക്കണം എന്ന് ആർക്കാ തോന്നാത്ത? അല്ല, എനിക്കും തോന്നുന്നുണ്ട്. പക്ഷെ ഇവർക്ക് ഇത് ഫോൾഡ് ചെയ്യണ്ടേന്ന് ആലോചിച്ചിട്ട് മാത്രമാണ് ഞാൻ അത് ചെയ്യാത്തത്. ഓക്കെ, ഇതേ കണ്ട, ഇത് കണ്ട സഫയർ ഗ്രീൻ ഷെയ്ഡ്. ഇത് വെക്കുമ്പോ ശരിക്കും ആ ഒരു കളറിന്റെ ഹൈലൈറ്റ് നമുക്ക് ശരിക്കും ഫേസിൽ വരുന്നുണ്ട്. കണ്ട, ഓ ഇതൊക്കെ ഒന്ന് അൺഫോൾഡ് ചെയ്ത് കൊടുത്ത് നോക്കണം ഇങ്ങനെ ഇങ്ങനെ കൈ തരിക്കുന്നുണ്ട്. പക്ഷെ പറ്റില്ല അല്ലെ, മീൻസ് അതിനൊരു അടി കിട്ടുന്നു. വേണ്ട, ഇത് നല്ല നേവി ബ്ലൂ പ്ലസ് വയലറ്റ് ഷെയ്ഡിലാണ് വന്നേക്കുന്നത്. ഇത് ബോർഡർ ആട്ടോ, നമുക്ക് കണ്ണെടുക്കാൻ പറ്റുന്നില്ല കേട്ടോ. ആൻഡ് നെക്സ്റ്റ് വന്നിട്ട് ചിക്കു ഗോൾഡ് വിത്ത് റെഡ് ബ്ലൗസ് ആണ് എന്റെ മനസ്സിൽ വരുന്നത്. ചിക്കു ഗോൾഡ് വിത്ത് റെഡ് ബ്ലൗസില് ഇപ്പൊ ഇതിൽ തന്നെ ലെഹറിയ പാറ്റേൺസ് ആയതുകൊണ്ട് തന്നെ ബ്ലൗസിലും നമുക്ക് സ്ലീവില് വേണമെങ്കിൽ ലെഹറിയ കൊടുക്കാം. ഇനി അതല്ലെങ്കിൽ പ്ലെയിൻ വന്നിട്ട് നമ്മുടെ സ്ലീവില് നല്ല ഹെവി വർക്കിലും വേണമെങ്കിൽ വരാം. ഇതേ കണ്ട. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് ഒരു ഡാർക്ക് പിസ്ത ഗ്രീൻ ഷെയ്ഡ് ആണ്. ഞാൻ നേരത്തെ വിചാരിച്ചു ഇത് അത്രയ്ക്ക് ഭംഗിയൊന്നും ഉണ്ടാവില്ല എന്ന്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. വേണ്ട, അപ്പൊ ഇത്രയും ഷെയ്ഡ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പൊ ഈ കാണുന്ന ആന്റിക് ഗോൾഡ് ബനാറസി ലെറിയ സാരീസ് നിങ്ങളുടെ കൈകളിലേക്ക് എത്തണമെങ്കിൽ എന്നെ ഓൺലൈനില് വാട്സപ്പില് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് മെസ്സേജ് അയക്കൂ. അപ്പൊ ഞാൻ നിങ്ങളോടായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സപ്പോർട്ടിങ്. താങ്ക് യു.